ചില ആളുകൾ ജിമ്മിൽ പോവും, 10 കിലോ കുറയ്ക്കും, അപ്പൊ തന്നെ തിരിച്ചാ 10 കിലോ അങ്ങനെ പറഞ്ഞ് നൈസായിട്ട് അവരെ മനസ്സിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം. ഒരു ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്ന് എഴുന്നേക്കണം എന്നാ ഇരിക്കണ്ട, ഒരു കയർ യൂസ് ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറയും. ഒരു കയർ, പിന്നെ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഷേപ്പായിട്ട് നിൽക്കണം, ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒന്ന് നോക്കണം. ശ്രമിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ജിമ്മിലേക്ക് എൻക്വയറി എടുക്കാനെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എൻക്വയറി എടുക്കാനെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പ് ചെയ്യാം. ഇവള് ഡെഡ് അഗെയിൻസ്റ്റ്, കാരണം ഇവള് മേക്കപ്പ് ചെയ്യാറില്ല, ഇവള് മുടിയൊന്നും കോമ്പ് ലൈക്ക് അങ്ങനെ നേച്ചറിനോട് ഭയങ്കര അതിന്റെ ഒരു ചോയ കിട്ടുന്നില്ലേ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഈ അതിഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂ തരാനാണ് ഇപ്പോൾ ഈ 2 പേരും ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ നമ്മുടെ ആരോഗ്യം തന്നെയാണ്. നമ്മൾ ആരോഗ്യപരമായിരുന്നാലേ നമുക്ക് ചുറ്റുമുള്ളവർക്കും എല്ലാം ഒരു തണലായിട്ടൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യം വേണമെങ്കിൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ആരോഗ്യം കെയർ ചെയ്യാൻ നമ്മുടെ കൂടെ ഒരാൾ വേണം എപ്പോഴും. അത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടറുടെ അടുത്തല്ല, അല്ലാതെ ഡോക്ടറുടെ അടുത്ത് എത്താതിരിക്കാൻ ഒരാൾ നമ്മുടെ കൂടെ വേണം. അതിനാണ് നമ്മൾ പലരും ഫിറ്റ്നസ് ട്രെയിനിങ് സെൻറ്ററിലൊക്കെ പോകുന്നത്. പലർക്കും അറിയില്ല ഇപ്പോഴും യഥാർത്ഥ ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് എവിടെ നിന്നാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, റെഗുലറായിട്ട് ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഓൺലൈനിൽ കാണുന്ന പല വീഡിയോസും കണ്ട് തെറ്റായി ചെയ്തിട്ട് പല അപകടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും തണലായിട്ട് ഇതാ ഒരു സ്ഥാപനവും 2 ആളുകളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗ്രീൻസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, വേൾഡ് വൈഡ് ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ പെരിന്തൽമണ്ണയിലുണ്ട്. അതിൻ്റെ 2 അമരക്കാരെയാണ് എന്താ നമ്മളിവിടെ മുമ്പിൽ കൊടുന്ന് ഇരുത്തിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം യാസിൻ ആൻഡ് പ്രജിനി. വെൽക്കം ടു അവർ ഷോ. എന്തായാലും ഒരുപാട് സന്തോഷം 2 പേരും കിട്ടിയല്ലോ ഇതുപോലെ. ബ്രോ, ഈ ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബേസിക്കലി ഞാൻ ഇതിൽ ഭയങ്കര ചെറുപ്പം മുതലേ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കളിക്കാനാണ് എൻ്റെ ഇൻ്റലിജൻസ് വരുന്നത്. അപ്പോൾ ഞാൻ പഠിത്തത്തിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ ജിമ്മിൽ പോകുന്നതും ഞാൻ ഒരു അത്ലീറ്റ് ആയിരുന്നു. 5 വർഷം കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ +2 കഴിഞ്ഞ ഉടനെ തന്നെ ആക്ച്വലി അബ്രോഡ് ഒരു പേഴ്സണൽ ട്രെയിനറായിട്ട് ജോലി കിട്ടി. ഒരു ബിസിനസ്സുകാരൻ എന്നെ കൊണ്ടുപോയതാണ് ചൈനയിൽ. ഏകദേശം എത്ര വർഷം തൊട്ട് വർക്കൗട്ടൊക്കെ തുടങ്ങി? ലൈക്ക് 9th സ്റ്റാൻഡേർഡ് മുതൽ 13ാമത്തെ വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താന്ന് പറയാണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യാസിനാണെങ്കിൽ ചെറുതായിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു കളിയാക്കൽ ഉണ്ടാവും. നമ്മള് കളറ് രസമില്ല, അങ്ങനെ ഇങ്ങനെ കാണാൻ ഭംഗിയില്ലെന്നോ, ഈ പോകുമ്പോഴും പോലെ ഇരിക്കുന്ന നമ്മളെ ഉമ്മാമ യാസിനും കൂടെ മുട്ട വാങ്ങിക്കലും കഴിക്കലും ജിമ്മിൽ പോക്കും നന്നാവാൻ വേണ്ടി കളിയാക്കിയത് കൊണ്ട് യാസിന് ഒരു പാഷൻ കയറി. ശരിയാവില്ല, അതെന്താണ്, ഞാൻ ഇത്ര ഫിറ്റ് ആണല്ലോ എന്നുള്ള തോട്ട് വന്ന് അത് മേ ബി ഒരു പക്ഷേ ഞാൻ ബിൽഡ് ചെയ്ത ഒരു സ്റ്റോറി ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലേ എൻ്റെ ഇന്റലിജൻസ് ലൈക്ക് ഇതാണ്, അതായത് ഫിറ്റ്നസ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തോ ചെറുപ്പത്തിൽ ഒരു പാഷൻ കിട്ടാന്നൊക്കെ പറയാമല്ലോ. അല്ല, അങ്ങനെ എനിക്ക് അങ്ങനെ അതിനെ ഫ്രെയിം ചെയ്യാൻ അതല്ല അതിന്റെ കറക്റ്റ് എന്ന് എനിക്ക് തോന്നി. സോറി. അല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കളിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ചും കൂടി ചാർജ് കിട്ടുന്നത്. അതായത് ഇപ്പൊ ഞാൻ റീസെന്റ് ADHD ഡയഗ്നോസ്ഡ് ആണെന്നുള്ളത് മനസ്സിലായി. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. സ്കൂളുകളിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. ഞാൻ +2 വരെ 6 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കാരണം അത്ര ഹൈപ്പറാണ്. 6 സ്കൂൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ADHD ആണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ലൈക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്. മറ്റു കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് അറിയാം, പാരൻസിന് അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. കുട്ടികൾ എന്തുകൊണ്ടാണ് കുറേ വാശി കാണിക്കുന്നത്, എന്തുകൊണ്ടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഡയഗ്നോസ് ചെയ്തപ്പോൾ കാര്യം മനസ്സിലായി. ഈ സമയത്ത് കറക്റ്റ് എനിക്ക് എൻ്റെ കളിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സും അല്ലെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് സാധനം, എൻ്റെ കംപ്ലീറ്റ് ഫാമിലി ഇപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലാണുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ
എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ നോർമലാണ്. അപ്പോൾ ഞാൻ ഹെവി വെയിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വർക്കൗട്ടിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോർമലാണ്. അപ്പം ഞാൻ അതിനോട് കൂടുതൽ ഒബ്സെഷനാണ്, എക്സസൈസിനോട് കൂടുതൽ അവിടെയാണ്. അപ്പോൾ ആ ഒബ്സെഷനാണ് ഒരു കരിയറിലേക്ക് വന്നത്. അപ്പോൾ ആ കരിയറിലേക്ക് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ചെയ്തു, കാരണം ഹൈപ്പർ ഫോക്കസ് ഡിസോർഡർ ആണല്ലോ. സോ തന്നെ എനിക്ക് ചൈനയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സുകാരനെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അയാൾ കൊണ്ടുപോയി. ഞാൻ എൻ്റെ എഡ്യൂക്കേഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇതിലേക്കാണ് ഫോക്കസ് ചെയ്തത് ആദ്യം. അപ്പം അതിൽ നിന്ന് ഞാൻ 21st ആകുമ്പോൾ തന്നെ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാലിക്കറ്റിൽ. ഒരു പ്രീമിയം 5000 സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് AC, സ്റ്റീം, സോന മസാജ്, ദെൻ ബ്യൂട്ടി പാർലർ, ഈവൻ സ്നൂക്കർ ക്ലബ് ഒക്കെ ഉള്ള എല്ലാം കൂടി ഒരു ജിമ്മ് 10 years back. ഇപ്പോഴാണ് ഇവിടെ പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തിട്ടായിരുന്നു. അത് കഴിഞ്ഞ് വിത്തിൻ 2 years അത് എക്സ്പാൻഡ് ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ, അതേപോലെ തന്നെ ഫസ്റ്റ് പെരിന്തൽമണ്ണയിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു പ്രീമിയം സെറ്റപ്പാണ്. അത് കഴിഞ്ഞ് ദെൻ ഞാനൊരു അക്കാദമി ലോഞ്ച് ചെയ്തു, ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാം, ഫിറ്റ്നസ് ട്രെയിനിങ്. അപ്പോൾ ഈ അക്കാദമി പിന്നെ അതിന്റെ ട്രെയിനേഴ്സിന് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ അമേരിക്കൻ കൗൺസിൽ ഓഫ് അമേരിക്കയുടെ ഒരു ഭയങ്കര ഒരു സർട്ടിഫിക്കേഷൻ, വലിയ സർട്ടിഫിക്കറ്റ്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടിയ സമയത്ത് അമേരിക്കൻ ആർമിയിൽ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഖത്തറിലെ അല്ലുദീദ് എയർബേസിൽ ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സോൾജേഴ്സിനെ തന്നെ ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു സബ്ജക്ട് പഠിച്ച് വരുന്ന സമയത്താണ്, അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസിന്റെ സബ്ജക്ട് പഠിച്ചു വരുന്ന സമയത്താണ് ആക്ച്വലി ഇത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് എത്ര യൂസ്ഫുൾ ആവും എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ തന്നെ 60-70% ആൾക്കാർ ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ ഈവൻ 30-35 ഒക്കെ കഴിഞ്ഞും ആളുകൾ സൈഡ് ആവാണ്. ലൈക്ക് അവരുടെ എനർജി ലോ ആവാണ്, അവർ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ലൈക്ക് ഒന്നില്ലെങ്കിൽ പ്രഷറിന് ഷുഗറിന്റെ മരുന്ന്, അല്ലെങ്കിൽ സൈക്കാട്രി മരുന്ന്. ഇതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വരുന്നത്. ബട്ട് അവിടെ ഒരു റെഗുലർ എക്സസൈസർ ആവുന്നതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് ക്രോണിക് എന്ന് ലേബൽ ചെയ്തിരിക്കുക, ഇത് ക്രോണിക് ആണ്, ഇതിങ്ങനെയാണ് പോകേണ്ടത്, മരുന്നാണ് നമ്മുടെ സൊല്യൂഷൻ എന്നുള്ളത് നോർമലൈസ്ഡ് ആവുകയാണ്. സോ അവിടെ പക്ഷെ റെഗുലർ എക്സസൈസർ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 100% അവർക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും, നല്ല മാറ്റം വരും. കാരണം കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ലൈഫ് ത്രൂ ഔട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, നല്ല എനർജിയിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു പിക്ചർ അല്ല സമൂഹത്തിന് പോകുന്നത് എന്നുള്ളൊരു സാധനം മനസ്സിലാക്കി. അപ്പം ബേസിക്കലി അതൊന്ന് റിവേഴ്സ് ചെയ്യാൻ എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആ ഒരു സർവീസ് യൂണിവേഴ്സിലേക്ക് ഇടുക എന്നുള്ളൊരു മൈൻഡിലാണ് ഇറങ്ങിയത്. അപ്പം അതെ, അപ്പോൾ ഇതില് അതെന്ന് കാരണം എന്താ വെച്ചാൽ എവിടെയാണ് വരുന്നത്, കാരണം നോർമലി ട്രെയിനേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് എക്സസൈസ് ചെയ്യും. എല്ലാവരും ട്രെയിനേഴ്സായിട്ട് ഈ ജിമ്മിൽ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5% ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 5% ആൾക്കാർ പല ജിമ്മുകളിലായിട്ട് മാറിക്കൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ 100% ആളുകളും ഒരു ഹെൽത്ത് ബിഹേവിയർ ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അതായത് ചില ആളുകൾ അയ്യോ വയറൊക്കെ കൂടിയിട്ടുണ്ട്, അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നടക്കാനൊക്കെ ഇറങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡയറ്റൊക്കെ പിടിക്കും, ചിലപ്പോൾ കീറ്റോ എടുക്കും, ചിലപ്പോൾ മറ്റേ ഡയറ്റ് എടുക്കും, പിന്നെ കുറച്ച് ജിമ്മിൽ പോകും. ചില ആളുകൾ ജിമ്മിൽ പോകും, 10 കിലോ കുറയ്ക്കും, അപ്പോൾ തന്നെ തിരിച്ച് ആ 10 കിലോ റിലാപ്സ് ആയിട്ട് വീണ്ടും കയറി വരും ചെയ്യും. ചില ആൾ കല്യാണം വരുന്ന സമയത്ത് കല്യാണം വരികയാണ്, 6 പാക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ പോവും, തിരിച്ച് വരും. പക്ഷെ ഇവരാരും റെഗുലർ എക്സസൈസർ ആവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അന്വേഷിച്ച സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായ ഒരു കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജിമ്മിലുള്ള അല്ലെങ്കിൽ നോർമലി കൊടുക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ട്രെയിനിങ് അല്ല, അവർക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് വേണം എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ സ്റ്റാൻഡർഡൈസ്ഡ് ട്രെയിനിങ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ജിമ്മിലുള്ള ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഒബ്വിയസ്ലി അവർ ഇതേപോലെ അവരുടെ ഇൻ്റലിജൻസ് കൂടുതൽ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇത് 5 നേരം ജിമ്മിൽ 5 ദിവസം ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ഡയറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ട്രെയിനറായി മാറിയത്. എന്നിട്ട് ഇവര് ഞാൻ ഫാറ്റ് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ബോഡി ബിൽഡിങ്ങിന് ഫാറ്റ് കട്ട് ചെയ്യാൻ ഈ ഡയറ്റാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബോഡിയിൽ വെയിറ്റ് കുറയ്ക്കാൻ ഞാൻ 5 ദിവസം വർക്കൗട്ട് ചെയ്ത് ഞാൻ ഇന്ന രീതിയിലാണ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വരുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇവർ 100% വിശ്വസിച്ചിട്ടാണല്ലോ അങ്ങനെ ആവുന്നത്. അപ്പോൾ ഈ സാധനം ഈ 95% ആൾക്കാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ കൺസിസ്റ്റന്റ് ആവാൻ പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ബ്രേക്ക്, റിസൾട്ട് വരില്ല എന്നല്ല പറയുന്നത്, റിസൾട്ട് വരും, റിസൾട്ട് 100% ആണ്. ബട്ട് കൺസിസ്റ്റൻസി എത്രത്തോളം, ഇവിടെയാണ് പ്രശ്നം. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല.
തീർച്ചയായിട്ടും അഡാറൻസ് ആണല്ലോ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിനിവിടെ ബിഹേവിയറൽ ചേഞ്ച് സ്ട്രാറ്റജി യൂസ് ചെയ്യണം. ലൈക്ക് എല്ലാവർക്കും ചിലപ്പോൾ കറക്റ്റ് റെഗുലർ ആയിട്ട് ഇപ്പം എന്താ പറയുക ജിം എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഓക്കെ ഞാനൊരു വർഷത്തെ പാക്കേജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അവർ വരില്ല. അവിടെ അവരെ ചിന്തിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. ഒന്ന് ചിന്തിപ്പിക്കുക, നിങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അവിടെ ഫോഴ്സ്ഫുള്ളി ഒന്നും നടക്കില്ല, കാരണം ഡിസിഷൻ ഈസ് ഡേയേഴ്സ്. അപ്പോൾ പക്ഷേ ഈ ജിമ്മിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, എൻക്വയറി ഒക്കെ എടുക്കുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് അവരുടെ പ്രോബ്ലംസ്, അവരുടെ മാനസികമായിട്ട് അവർക്ക് ഫിറ്റ്നസ്സിനോടുള്ള കാഴ്ചപ്പാട് എന്താണ്, ശാരീരികമായിട്ട് അവരുടെ കാഴ്ചപ്പാട്, ലൈക്ക് അവരുടെ ഫിസിയോളജി എന്താണ്, അവർക്ക് എന്തെങ്കിലും ബയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, ലൈക്ക് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട്, അതായത് എൻവിയോൺമെൻറ്റ്, അവരെ വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ടോ, ഡിസ്റ്റൻസ് ടു ഫെസിലിറ്റി, ഓഫീസിൽ നിന്നുള്ള ദൂരം, ലൈക്ക് വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ബേസിക്കലി. ലൈക്ക് ആ അനലൈസിങ്ങിന് തന്നെ 1 മണിക്കൂർ പിടിക്കും. എന്നിട്ട് ചിലപ്പോൾ അവരെ കൊണ്ട് 2 ദിവസം എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 2 ദിവസം അവർക്ക് കൊടുക്കണം. ക്ലയൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്, ക്ലയൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങാണ്. ലൈക്ക് ഒരു ദിവസമാണ് അയാൾക്ക് എക്സസൈസ് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം അയാളെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചാൽ മതി. അയാളെ കൊണ്ട് 5 ദിവസം ചെയ്യിപ്പിച്ചാൽ അയാൾ നിൽക്കില്ല. സോ ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആക്ച്വലി ഇവരെ ഒരു റെഗുലർ എക്സസൈസർ ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൽ ഡീപ്പായിട്ട് ഇറങ്ങാനുണ്ട്, അത് നമ്മുടെ ട്രെയിനേഴ്സിന് അറിയാം. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ സ്റ്റുഡിയോ ഓൺലൈനിലേക്ക് ആക്കിയത്, ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നത്. ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി വോളിയത്തിലേക്ക് എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ പറയാം, എൻ്റെ ഒരു മിഷൻ അല്ലെങ്കിൽ വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 10 years കൊണ്ട് 10 മില്യൺ ആളുകളെ റെഗുലർ എക്സസൈസർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അക്കാദമിയിൽ ഏകദേശം 1500 ട്രെയിനേഴ്സ് ഓൾറെഡി ഉണ്ട്. ഇതിൽ തന്നെ 3-4 പേര് 1.5 ലക്ഷം ആളുകളിലേക്ക് ഇതിന്റെ മെസ്സേജസ് എത്തിച്ചിട്ടുണ്ട്. ലൈക്ക് സർവീസസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ട്രെയിനേഴ്സ് ഓൺലൈനിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്, നല്ല ബെറ്റർ ക്വാളിറ്റി സർവീസസ്. ദ കോർ എന്താണെന്ന് കൊടുക്കുക, റിയൽ സാധനം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവരെ കസ്റ്റമേഴ്സ് വരുന്നു, കസ്റ്റമേഴ്സിൻ്റെ കറക്റ്റ് അവരുടെ മാനസികമായിട്ടും അവരുടെ ചുറ്റുപാടുകളും അവരുടെ ബയോളജിയും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത്. ഇതിങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ഓക്കെ, ഒരു കാര്യം, ഇപ്പോൾ ഈ വരുന്ന ക്ലയൻസ്, നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം പല മൈൻഡ്, പ്രത്യേകിച്ച് ഈ ഒരു വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരു മടി കാണിക്കും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ ഒരു 8 പേരും മടിയന്മാരായി മാറും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ആർക്കോ വേണ്ടി വർക്കൗട്ട് ചെയ്യുന്ന പോലെ ആണ് പിന്നെ കുറച്ച് പേര് വരിക. ഈ 2 പേരും ഏത് നിമിഷവും നിർത്തുക, ചിലപ്പോൾ അതിൽ ഒരാളായിരിക്കും ഇതിൽ കണക്റ്റ് ആവുന്നത്, അയാളായിരിക്കും കറക്റ്റ് വർക്കൗട്ടായി മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഈ ബാക്കി 8 പേര് നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് അത്രയും കുറയാണ്. അവർ ചെറിയൊരു താല്പര്യമായിട്ട് വന്ന് അത് ഇപ്പോൾ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഇന്ന് വരെയുള്ള എല്ലാ ജിമ്മിലുള്ള കാര്യങ്ങളാണ്. 10 പേര് ചേർന്ന് അതിൽ 8 പേര് നിർത്തിപ്പോവും വളരെ അടുത്ത് തന്നെ. ഈ ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ ഹെൽത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ എങ്ങനെയാണ് ഈ ഇപ്പോൾ 1500 ക്ലയൻസ് നമുക്കുണ്ട് നിലവിൽ, ക്ലയൻസ് അതിലും കൂടുതൽ 50,000-ലധികം ക്ലയൻസ് ഉണ്ട്. ഇത്രയും പേരെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്? അത് എനി ഹൗ ഡ്രോപ്പ് ഔട്ട് എന്തായാലും 50% മുകളിൽ ഉണ്ടാവും ബേസിക്കലി. അത് കാരണം ഒരു ഹെൽത്തി ബിഹേവിയർ ചേഞ്ച്, ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള ഒരു കേസ് ഒന്നല്ല. അപ്പം ഇനീഷ്യലി നമ്മൾ ഇനീഷ്യൽ ഇൻ്റർവ്യൂയിങ് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് ആദ്യമായിട്ടൊരു കസ്റ്റമർ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് തന്നെ അവരുമായിട്ടുള്ള റാപ്പോ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യണം. അവിടെ തന്നെയാണ്, കാരണം ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും വിശ്വാസമാണ് ഇതിൻ്റെ ബേസ്. അതായത് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിൻ്റെ ബേസ്. അതായത് ഏതൊരു ഹെൽത്ത് ബിഹേവിയർ ചേഞ്ചിലും ഒരു ക്ലയൻറ്റ് പേഴ്സണൽ ട്രെയിനർ റിലേഷൻഷിപ്പിൻ്റെ ബേസ് അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവിടെ നിന്ന് തുടങ്ങണം. അവിടെ തന്നെ ക്ലയൻസിൻ്റെ രീതികളെയൊക്കെ വളരെ എന്താ പറയുക, കുശലം വർത്താനൊക്കെ പറയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറഞ്ഞ് നൈസായിട്ട് അവരെ മനസ്സിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള പ്രൊഫഷണൽ അസസ്മെൻറ്റ്സ് ഉണ്ട്. അതായത് അവരുടെ അറ്റ് പ്രസൻറ്റ് കണ്ടീഷൻ മനസ്സിലാക്കാനുള്ള ഒരു 10-20 ചോദ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ ന്യൂട്രീഷൻ ഹിസ്റ്ററി മനസ്സിലാക്കാനുള്ള 10-20 ചോദ്യങ്ങളുണ്ട്. അവരുടെ സോഷ്യൽ സപ്പോർട്ട് മനസ്സിലാക്കാനും ഹെൽത്തിൻ്റെ കാര്യങ്ങൾ അറിയാനും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതിരുന്ന് ചോദിച്ച് നമ്മളെ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് ക്ലയൻറ്റിന് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ നമുക്ക് ഇവരെ കൺസിസ്റ്റൻ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. 100% ഒരിക്കലും ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു ബിഹേവിയറിൽ ആണ് നമ്മൾ കളിക്കുന്നത്. കാരണം പിന്നെ ഇത് ക്ലയൻറ്റിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. അത് ട്രെയിനർക്കും ക്ലയൻറ്റിനും ആ ഒരു ബോധ്യം വരണം. കാരണം നമ്മൾ ഇവിടെ ട്രെയിനേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പെട്ടെന്നൊരു ക്ലയൻറ്റ് ജിമ്മിലേക്ക് വരുന്നു, 100 കിലോയാണ് സാർ, 100 കിലോയാണ് സാറിൻ്റെ വെയിറ്റ്, ടോട്ടൽ ഹൈറ്റ് -100, 20 kg സാറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയ്ക്കാനുണ്ട്. സോ നമുക്ക് 20 kg വർക്കൗട്ട് ചെയ്യാനുള്ള കുറയ്ക്കാനുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ആരതാ? ട്രെയിനർ അതാ. അപ്പോൾ അതേ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മളെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്ന് എഴുന്നേക്കണം എന്നാ. ഓക്കെ, ദെൻ ലെറ്റ്സ് ഡു ഇറ്റ്. ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്ന് എഴുന്നേക്കാം. അപ്പോൾ അയാളെ സെൽഫ് എസ്റ്റീം കൂടും. അപ്പോൾ അയാളുടെ അതാണ് ക്ലയൻറ്റ് സെൻറ്റേർഡ് ട്രെയിനിങ്. ക്ലയൻറ്റ് സെൻറ്റേർഡ് ട്രെയിനിങ് ആകുന്ന സമയത്ത് ഈസിലി അവരെ മോട്ടിവേഷൻ പിക്കപ്പ് ചെയ്തുകൊണ്ടുവരാം. എന്നിട്ട് അവരുടെ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ പറയാം, സാർ നമ്മൾ ഐഡിയൽ ബോഡി വെയിറ്റിലേക്ക് എത്തിക്കണം. അങ്ങനെയാകുന്ന സമയത്ത് ഇത് തന്നെയാണ് പണി, നമുക്ക് ഇതിലൂടെ നൈസായിട്ട് അങ്ങനെ പോവാം എന്ന് പറയാം. ഫസ്റ്റ് തന്നെ ക്ലയൻറ്റിനെ ബേസിക്കലി എക്സസൈസ് എൻജോയബിൾ ആക്കുക, ക്ലയൻറ്റ് സെൻറ്റേർഡ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചും കൂടി കൺസിസ്റ്റൻസി കൂടും. അപ്പോൾ ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്ത ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർ പണ്ട് ചെയ്ത 20 കിലോ കുറയ്ക്കാൻ ഇതാണ്, ലെറ്റ്സ് ഗോ ലൈക്ക് 15 ജമ്പിങ് ജാക്സ്, അത് ചെയ്ത് വർക്കൗട്ട് ആവില്ല. അതെ, തീർച്ചയായിട്ടും. ഈ പലരും എനിക്ക് തോന്നുന്നു ഈ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകും ശരീരം. ഈ പലരും ഈ പറഞ്ഞ ബോഡി ഷെയ്മിങ് ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു സൈഡിലൊക്കെ അത് നല്ല രീതിയിലുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു ട്രെയിനറുടെ അടുത്ത് പോലും പറയാൻ മടിയുള്ള കാര്യങ്ങളുണ്ടാവും. എനിക്കത് കാരണം തുറന്ന് പറയണമെങ്കിൽ ഒരു കണക്ഷൻ വേണം. ആ കണക്ഷൻ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടോ നമ്മൾ? 100% അത് ഉണ്ടാക്കണം. അത് ശരിക്കും പറഞ്ഞാൽ അതിന് പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ശരിക്കും പ്രോ ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് അതെങ്ങനെയാണെന്നുള്ളത് അറിയാം. കാരണം ഇതിൽ ഒരു നല്ല ട്രെയിനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലിസണർ ആവണം എന്നുള്ളതാണ്. അതിന് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയും കൂടി വേണം. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ്. അവർ തുറന്ന് സംസാരിക്കാനുള്ള എന്താണ് ഇപ്പോൾ യഥാർത്ഥ പ്രോബ്ലം, എന്താണ് എന്ന് തുറന്ന് എല്ലാം ഓപ്പണായിട്ട് പറയൂല. പക്ഷേ ചില ഗോൾ ജനറേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ചില ക്വസ്റ്റ്യൻസ് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പോലും അറിയാതെ ഇവരെ കണ്ടീഷൻ ഇവർ പറയും. അത് ഇവർക്ക് തന്നെ ഹെൽപ്ഫുൾ ആവും. പിന്നെ അത് മാത്രമല്ല, ഈ ട്രെയിനിങ് പീരീഡിൽ നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഈവൻ ഈ വേസ്റ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അത് ഒബീസായിട്ടൊരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് മറ്റേ ടേപ്പ് യൂസ് ചെയ്യിപ്പിക്കേണ്ട, ഒരു കയർ യൂസ് ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറയും. ഒരു കയർ, അതായത് ടേപ്പിന് പകരം അപ്പോൾ ഈ കയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ നിങ്ങളിപ്പോൾ 135 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 160 സെൻറ്റിമീറ്റർ വേസ്റ്റിലുള്ള ഒരാളാന്ന് പറഞ്ഞാൽ അയാളെ പേടിപ്പിക്കുക, അയാളെ നെഗറ്റീവ് ആക്കുകയും ചെയ്യില്ല. ഇത്രയാണ് നമുക്ക് കുറയ്ക്കേണ്ടത്, നമുക്ക് സിമ്പിളായിട്ട് കുറയ്ക്കാം എന്ന് പറയുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഭയങ്കരമായിട്ട് ചാർജ് ആവും. ക്ലയൻറ്റിന് ഒരു രീതിയിലും ക്ലയൻറ്റിൻ്റെ സെൽഫ് എസ്റ്റീം കുറയ്ക്കുന്ന ലൈക്ക് ഫീഡ്ബാക്സ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ അത് ചെയ്ത് ശരിയല്ല, ഇത് ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻസിന് സെൽഫ് എസ്റ്റീം തകരും. അതിന് പകരം വാട്ട് ടു ചേഞ്ച് എന്ന് കാണിച്ചു കൊടുക്കുക. ഫസ്റ്റ് അതിന് നമ്മൾ ഈ സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് യൂസ് ചെയ്യുക. അതായത് ഫസ്റ്റ് പോസിറ്റീവ് സാൻഡ്വിച്ച് എന്താ, ഫസ്റ്റ് ബൺ, ദെൻ ഹാമർ, ദെൻ ബൺ. ഫസ്റ്റ് ബൺ എന്ന് പറയുന്ന സമയത്ത് സാർ നിങ്ങൾ ചെയ്തത് ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഇന്ന സാധനം നമുക്ക് ഇന്നതിലേക്ക് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും, ദെൻ അടിപൊളിയാണ്, സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ ഫീഡ്ബാക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലയൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അപ്പം അതാണ് ഈ നമ്മുടെ റിയൽ ലൈഫിലും വൈഫിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും ഫാമിലിന്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ യൂസ് ചെയ്യുന്ന പണ്ട് ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു. ഇപ്പൊ ഞാനും ആ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഈ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് വീട്ടിൽ വർക്കൗട്ട് എവിടെയോ വർക്കൗട്ട് ആവും. കാരണം ഒരാളെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അയാളെ അടിച്ചമർത്തുന്നത് അല്ലെങ്കിൽ അതൊരു നാർസിസ്റ്റിക് ട്രൈറ്റാ. അതിന് പകരം അയാളെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരാളെ മാറ്റണം എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആവുക തന്നെ വേണം. അല്ലാതെ ഒരു അത് മറ്റേന്ന് വെച്ചാൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സാധന. അതല്ലേ ഗ്രാഫ് വേണം, താന്നും പൊങ്ങി താന്നും പൊങ്ങി. ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പലരും പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അങ്കിളിന് അദ്ദേഹത്തിന് വയറ് ഭയങ്കര കൂടുതലാണ്. എന്നുവെച്ചാൽ അദ്ദേഹം വിദേശത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും വയറ് ഭയങ്കരമായിട്ട് കൂടി. ഇത് പലരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളതിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയും, ഒരാൾക്കെങ്കിലും അത് മനസ്സിലാവട്ടെ. ഇയാളുടെ പ്രശ്നം വൈഫായിട്ടുള്ള പേഴ്സണൽ കോണ്ടാക്റ്റിലൊന്നും ബുദ്ധിമുട്ടായി. ആ ഡിപ്രഷനിൽ ഇയാൾ ഓവറായിട്ട് മദ്യപിക്കാൻ തുടങ്ങി. വീണ്ടും വെയിറ്റ് കൂടി വരികയാണെന്നല്ലാണ്ട് ഇയാൾ മെഡിസിൻസ് കഴിച്ചു, തടി കുറയ്ക്കാൻ വയറ് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ മെഡിസിൻസ് കഴിച്ചു. കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയി. അയാൾ ഇപ്പം അയാൾ വീട്ടിലൊന്നും നിൽക്കുന്നില്ല, അയാൾ വിദേശത്ത് തന്നെ, ഇങ്ങോട്ട് വന്നില്ല. അയാൾക്ക് എല്ലാത്തിനോടും ദേഷ്യം, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ഇതെന്താണെന്ന് വെച്ചാൽ ഒരാളോട് തുറന്ന് പറയാൻ അങ്ങേർക്ക് പറ്റുന്നില്ല. ഇതാണ് കാര്യമെന്ന്. എനിക്ക് എൻ്റെ
പേഴ്സണൽ പല കാര്യങ്ങളും എനിക്ക് പറ്റുന്നില്ല എന്ന് തുറന്നു പറയാൻ പോലും ഒരാൾക്ക് മടിയാണ്. പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാൻ നോക്കി, ഇയാൾക്ക് ഈ കാര്യം ഇയാൾ പറയില്ല. എന്താണ് നിന്റെ പ്രശ്നം എന്ന് നോക്കുമ്പോൾ എനിക്ക് വയറ് കൂടുതലാണ്, അപ്പോൾ വയറ് കൂടുതൽ അത് കുറയ്ക്കും, എൻ്റെ അസിഡിറ്റി ഇതൊക്കെ പറയുന്നത്. ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം അതിനെ ചികിത്സിക്കാൻ ആർക്കും പറ്റുന്നില്ല. അത് ആ ഒരു തുറന്നു പറച്ചിൽ കണക്റ്റ് ആവുന്നില്ല എവിടെയും. ഞാൻ അതാണ് താങ്കളോട് ചോദിച്ചത്. അത്രയും ഒരാളുടെ അടുത്തുനിന്ന് നമുക്കത് ഇത് ഞാൻ ചോദിക്കുന്നത് അതല്ല, ഈ ക്ലയൻറ്റുകളോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെ തുറന്നു പറയാൻ മടിക്കുന്ന ക്ലയൻറ്റുകളോട് എന്താ പറയാനുള്ളത്? തുറന്ന് പറയാൻ മടിക്കുന്ന കസ്റ്റമേഴ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില ചോദ്യങ്ങളിലൂടെ തന്നെ അവർ തുറന്ന് പറയണം എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ കേസിലിപ്പം തുറന്ന് നമ്മൾ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇതിലെന്താ പറയുക, ഇതിൽ കുറച്ച് സൈക്കോളജി ഇൻവോൾവ് ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോപ്പിൽ വരുന്ന സാധനമല്ല. അതായത് ഒരു ട്രെയിനർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു പ്രൊഫഷണൽ ബൗണ്ടറീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വെച്ചാൽ ഇങ്ങനെയുള്ളൊരു വിഷയം, ഇപ്പോൾ നിങ്ങളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വിഷയം പറയാം. ആകെ ചോദ്യം വരുന്നത് ഇതാണ്, അതായത് ഓപ്പൺ ആവാത്തവരുടെ എന്ത് ചെയ്യണം എന്നുള്ള, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ലാതെ വേറെ അതിന് സൊല്യൂഷൻ ഒന്നുമില്ല. പിന്നെ ക്ലയൻസിൻ്റെ ഇഷ്ടമാണ്, ഒറ്റയടിക്കൊന്നും എല്ലാവരും എല്ലാ കാര്യങ്ങളും പറയില്ല, കൂടെയാണ് കാര്യങ്ങൾ പറയുള്ളൂ. ഇപ്പോൾ ഇനീഷ്യലി അവർ പറയാൻ പറ്റുന്നതാണ്, അവരെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഇതിലില്ല. ലൈക്ക് നൈസായിട്ട് അവരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. പിന്നെ പ്രൊഫഷണൽ വേയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സ്ലോലി അവർക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അവർ സ്റ്റാർട്ടിങ്ങിൽ ഓപ്പൺ അപ്പ് ആവും ഓട്ടോമാറ്റിക്കലി. അതായത് ഇപ്പോൾ ഇതിലെന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാർ ഇവർ എൻഡ് ഗോൾ ഈ ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഈ സൈക്കോളജിസ്റ്റ് നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എംപത്തിയോട് കൂടിയിട്ട് കേട്ട് നിൽക്കാൻ മാത്രമേ പാടുള്ളൂ. ഒന്ന്, കാരണം അതായത് സൈക്കാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും ജോബാണ്. കാരണം അവിടെ വേറെയാണ് ഇഷ്യൂ വരുന്നത്. അവിടെ കയറി ഒരിക്കലും നമുക്കൊരു ട്രെയിനർക്ക് ലൈക്ക് അവരുടെ സൈക്കാട്രി ആയിട്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഇത് എത്തിക്സിനെതിരെയാണ്. ഒന്ന്. മറ്റേ സാധനത്തിൽ വരുന്നത് പ്രോസസ് ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയ പ്രോസസ് ഗോൾ. ഇപ്പം വീക്ക്ലി ബേസിസിൽ ഒരു ദിവസം ഒരു സെറ്റ് ചെയ്യുന്നത് ഒരു പ്രോസസ് ഗോളാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എക്സസൈസ് ചെയ്യുന്നത് ഒരു പ്രോസസ് ഗോളാണ്. ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കിച്ചു കൊടുക്കുക. ഒരു മാസം 20-25 സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഒരു പ്രോസസ് ഗോളാണ്. ഇവരെല്ലാവരും മൈൻഡിൽ എനിക്ക് ഇത്ര വയറുണ്ട്, ഇത് കുറയ്ക്കണം, ഇതാണ് എൻ്റെ ഗോൾ. സോ ഞാൻ എന്താ പറയുക, കംപ്ലീറ്റ്ലി സെൽഫ് മൊത്തം താഴ്ന്ന് ലൈക്ക് എന്താ പറയുക ഡിമോട്ടിവേറ്റഡ് ആയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗോളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇറ്റ് ദാറ്റ് ഫ്രോഗിൽ പറഞ്ഞല്ലേ, 1 bite at a time. ആ 1 bite എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. അതിനെ അത് ട്രെയിനർ പ്രെഡിക്റ്റ് ചെയ്യിക്കണം. അതായത് ട്രെയിനർ പ്രവചിക്കാൻ പറ്റണം. അതായത് അടുത്ത 1 വീക്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ട്രെയിനർ പ്രവചിക്കാനും പറ്റണം. ക്ലയൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റും അതിൽ വേണം. അടുത്തൊരു വീക്ക് കൊണ്ട് 1 kg അല്ലെങ്കിൽ 0.6 kg നമ്മൾ ലോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചെയ്യണം എന്ന് ക്ലയൻറ്റ് പറയാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഫുൾ ഫോക്കസ് അവിടെയായിരിക്കും. അത് ക്ലയൻറ്റ് എത്തുന്ന സമയത്ത് ക്ലയൻറ്റ് കുറച്ചും കൂടി മോട്ടിവേറ്റ് ആവും, കുറച്ചും കൂടി ട്രെയിനറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വില്ലിങ് ആവും. പിന്നെ നല്ല ട്രെയിനേഴ്സ് ആണെങ്കിൽ ഓപ്പൺ അപ്പ് ആവും. അത് ഞാൻ പറഞ്ഞത് ചോദ്യങ്ങളാണ്. നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരെ കൊണ്ട് ഓപ്പൺ അപ്പ് ചെയ്യിപ്പിക്കുന്നത്. അതിൽ കുറേ സാധനങ്ങളുണ്ട്. ബിഹേവിയറൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ഗോൾ ജനറേറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അത് കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഓപ്പൺ അപ്പ് ആവാത്ത ആൾക്കാർ ഓപ്പൺ അപ്പ് ആവും എന്നുള്ളതാണ്. അത് റിസൾട്ടാണ് അവരെ അഡിക്റ്റ് ആക്കുന്നത്. റിസൾട്ട്സ് മേക്സ് ദം അഡിക്റ്റ്. റിസൾട്ട് വരുന്ന സമയത്ത് ഓക്കെ ഇത് കൊള്ളാലോ, ഇയാൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടി റിലേഷൻഷിപ്പ് വരും. അങ്ങനെ ആണത് ശരിക്കും വർക്ക്ഔട്ട് ആവുന്നത്. ഇപ്പൊ കേൾക്കുന്നവർക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ബ്രോ ട്രെയിൻ ചെയ്തേക്കുന്ന ബ്രോക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നത് ഒരാളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അയാളൊന്ന് തിരിച്ച് അയാളെ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന ഒരു ക്ലയൻറ്റിൻ്റെ ഏതെങ്കിലും സ്റ്റോറി പറയാമോ? ലൈക്ക് നല്ല ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഒബീസായിട്ട് 113 kg ഒക്കെ വന്നിട്ട് ലൈക്ക് വളരെ ഒബീസായിട്ടുള്ള ഒരാളെ ലൈക്ക് മൂപ്പർക്കൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിമ്മ് വന്ന് സ്റ്റെപ്സ് കയറണമായിരുന്നു.
അതുപോലും കയറാൻ പറ്റാത്ത ഒരു വ്യക്തിനെ നമ്മൾ വിത്തിൻ 6 മന്തിൽ നമ്മൾ 35 kg കംപ്ലീറ്റ്ലി വെയിറ്റ് ലോസ് ചെയ്ത് പൂർണ്ണമായിട്ടും അയാളെ കാണുന്ന ഔട്ട്ലുക്ക് കംപ്ലീറ്റ്ലി മാറി ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ പിന്നെ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദെൻ ചില ക്ലയൻസ് ഒരു ക്ലയൻറ്റ് കുട്ടികളില്ലാതെ കൺസീവ് ആവാതെ വന്നിട്ട് നമ്മൾ പ്രോപ്പർ ഒരു 15 kg വെയിറ്റ് ലോസ് ചെയ്ത് പിന്നെ കൺസീവായി ഇരട്ട കുട്ടികൾ വന്നിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. ലൈക്ക് പിന്നെ ലൈഫിൽ കംപ്ലീറ്റ്ലി ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തി അവരെ ഫാമിലി തന്നെ ഇടയ്ക്ക് നിങ്ങൾ ദൈവമാണെന്നാണ് പറയുക. കാരണം അവരെ കംപ്ലീറ്റ്ലി ജിമ്മിൽ കൊണ്ടുവന്ന് റെഗുലർ എക്സസൈസറാക്കി മാറ്റി അവർ കംപ്ലീറ്റ്ലി അഡിക്ഷനിൽ നിന്നൊക്കെ മാറി നിന്ന് സമൂഹത്തിൽ നല്ല നിലവിലായിട്ട് ജീവിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ അതെൻ്റെ സ്കോപ്പ് അല്ല ആക്ച്വലി അഡിക്ഷൻ എന്നുള്ള പറഞ്ഞ സാധനം. ബട്ട് അവർക്ക് അത് നമ്മുടെ എക്സസൈസിലൂടെ ഒരുപാട് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ടായി. ഒരുപാട് നല്ല രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ലൈക്ക് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. ലൈക്ക് കല്യാണം നിങ്ങൾ നടക്കുന്നതല്ല, കല്യാണത്തിന് വന്നിട്ട് ശരിക്കും ആളൊരു 3 മാസം മുമ്പ് തന്നെ വന്നിട്ട് എനിക്ക് ഈ ഒരു ഷേപ്പിലാണ് കല്യാണത്തിന് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നെ എന്ന് പറഞ്ഞിട്ട് അതേ ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കല്യാണം ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എപ്പോഴും ഇൻറ്റേർണൽ ആവണം. കാരണം കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ കല്യാണത്തിൽ നിന്ന് പറഞ്ഞു വന്ന ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കുക, അതായത് വൈഫിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ നല്ല റിസൾട്ട് ഇംപ്രസ് ചെയ്യിക്കണം. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യും. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു നോർമലായി പിന്നെ അവര് വേണ്ട. അതെ, പ്രജിനോട് ചോദിക്കാനുള്ളത്, ഈ മേഖലയിലേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുക. ഒരുപാട് പേര് ഒരു മടിയില്ലാതെ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ വരുന്നുണ്ട്. എന്താണ് അവരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എന്താണ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 10 years ബാക്ക് അല്ലെങ്കിൽ ഒരു 10 years തന്നെ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ജിമ്മിൽ എത്ര ലേഡീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും? കുറവാണ്. ഹെൽത്തിനെ കുറിച്ചൊരു അവയർനെസ് എല്ലാവർക്കും. ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിനെ കുറച്ചുകൂടെ അവയർനെസ് ഉണ്ട് എല്ലാവർക്കും. എന്താണ്, നമ്മളൊന്ന് ഫിറ്റായിട്ടിരിക്കണം, സമൂഹത്തിലൊന്ന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ലേഡീസിനെ നോക്കുകയാണെങ്കിൽ അവർക്കുള്ള നീഡ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റായിട്ട് ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും അവർക്ക് ഷേപ്പായിട്ട് നിൽക്കണം. ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒന്ന് നോക്കണം. എല്ലാവർക്കും ഉണ്ടാവും. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ആ ഒരു മൈൻഡാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ ഹെൽത്തി ആവുക, വെൽത്തി ആവുക, നല്ല കുട്ടികൾ ഇല്ലാത്തവരുണ്ട്, PCOD കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഹോർമോൺസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് അതിനൊക്കെ ഒന്ന് ഒരുപാടുണ്ട്. നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും, കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ. അധികം ലേഡീസിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത് PCOD പ്രോബ്ലംസ്. റെഗുലർ എക്സസൈസിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. ഇവരെ ഹോർമോണൽ ഇംബാലൻസസ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എനർജി മാറും, ഇവരെ മൂഡ് മാറും. ലൈക്ക് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് കൺസിഡർ. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ഈ ലേഡീസിന് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞൊന്ന് പ്രസവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നന്നായി തടിയൊക്കെ കൂടുകയാണെങ്കിൽ തന്നെ ഡിപ്രഷൻ ഉണ്ടാവും. അയ്യോ എന്നെ കാണാൻ ഇതില്ലേ, ഞാൻ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്ത് പറയും, ഞാൻ ഇത് റെഡിയല്ല, കല്യാണത്തിന് മുന്നല്ലെങ്കിൽ ഇങ്ങനെ എത്ര ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെയല്ല. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പം അതിന്ന് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിനർ, അതായത് നമ്മൾ പറഞ്ഞില്ലേ 24 hours ഒരാൾക്ക് നമുക്ക് അവരെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ഫുഡിലാണെന്നുണ്ടെങ്കിൽ അവരെ വർക്കൗട്ടിൻ്റെ സ്കെഡ്യൂൾ ആണെങ്കിലും എല്ലാം മാറ്റി കൊടുത്തിട്ട് അവരെ ഒന്ന് ഷേപ്പ്, അവർക്ക് എന്താണോ അവരെ നീഡ് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ റെഡിയായി വന്നവരും ഒരുപാട് പേരുണ്ട് നമ്മുടെ നിലവിൽ. അതെ, ഡിപ്രഷൻ മാറിയിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നാമത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പം നമ്മൾ സ്വയമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. അപ്പോഴൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ, ഒരാൾ വയറ് ഇങ്ങനെ കൂടുതലാണ്, അപ്പോൾ അവർക്ക് മെൻ്റലി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനെ നമ്മൾ മാറ്റിയിട്ട് വരികയാണ്. അതായത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളെ നമ്മൾ ഫുൾ കോൺഫിഡൻസിലോട്ടാണ് കൊണ്ടുവരുന്നത്. അത് ഹെൽത്തി ആയിട്ട്, ഫുഡിലാണെന്നുണ്ടെങ്കിലും വർക്കൗട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ളവരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരിക. അപ്പോൾ അവരിലുണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ആണെന്നുണ്ടെങ്കിൽ സ്കിൻ തന്നെ ഗ്ലോ ആവും. നമ്മൾ ആ ഒരു പ്രോഗ്രാമും ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ, സ്കിൻ ഗ്ലോ ചാലഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യെസ്, അപ്പോൾ വർക്കൗട്ട്, ഫുഡ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരവും ക്ലീൻ ആവുക ചെയ്യും, ശരീരവും മനസ്സും ക്ലീൻ ആവും. അപ്പോൾ ഒരു നല്ലൊരു ലൈഫ്
കിട്ടും. കിട്ടും. ഈ ഇതിലൊക്കെ ഒരുപാട് ചേഞ്ച്, നമ്മുടെ ലൈഫേ ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ടിൽ കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജിമ്മിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ അല്ലേ? അതെ, ജിം ശരിക്കും ഓൺലൈൻ ഭയങ്കര, ഞാൻ ജിമ്മിൽ പോകുന്ന റെഗുലർ, എനിക്ക് ജിമ്മ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ചില സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ ഈ ഹാബിറ്റ് ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദിവസത്തിനുണ്ടാവുന്ന മൂഡിൻ്റെ ഡിഫറൻസ് ഒക്കെ ഭയങ്കര. ലൈക്ക് ഇതിന്ന് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിലെ നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു സാധനമാണ് ഫിറ്റ്നസ്. പക്ഷേ പെട്ടെന്ന് നമുക്ക് ടൈമില്ല, നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, നമ്മൾ വേറൊരു സ്ഥലത്താണുള്ളത്. ആ സമയത്ത് നമ്മൾ ഈ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ്ലി നമ്മൾ ആ വർക്കൗട്ട് ഒന്നുമില്ല, ജസ്റ്റ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക, ഷൂസ് ഇടുക, എക്സസൈസ് ചെയ്യുക, 35 to 40 minutes എക്സസൈസ്. ആ എക്സസൈസ് കഴിഞ്ഞതിൻ്റെ ശേഷം കുളിക്കാൻ പോവുക. ലൈക്ക് വിത്തിൻ ആൻ അവർ ലൈക്ക് നമ്മളെ ഫുള്ളി കാര്യങ്ങൾ സെറ്റാക്കി, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഒരു ഹോട്ടലിലാണോ അല്ലാന്നുണ്ടെങ്കിൽ എയർപോർട്ടിലാണോ, വേറെവർ വി ആർ ലൈക്ക് നമുക്ക് അവിടെ നിന്ന് എക്സസൈസ് ചെയ്ത് ഫുള്ളി ഫ്രഷ് ആയിട്ട് വരാൻ പറ്റും. അത് ഓൺലൈൻ്റെ ഒരു ബെനിഫിറ്റാണ്. അതുമാത്രമല്ല ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ, ലേഡീസിന് പലപ്പോഴും കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഈ ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. ചില സമയത്ത് ദൂരമായിരിക്കാം, ചില സമയത്ത് റിലീജിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഒരു മടി ഉണ്ടാവും, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മടി. ചിലർക്ക് ഈ ഒരു സോഷ്യലായിട്ട് വന്ന് ഇടപഴകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ജനറൽ ഫിറ്റ്നസ് ഉണ്ടാക്കാനും ഒന്ന് വെയിറ്റ് ലോസിനൊക്കെ, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട്സ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അതെ അതെ. ഇപ്പോൾ 8 hours വർക്കുള്ള ആൾക്കാർ, ഇപ്പോൾ മോർണിംഗ് 9 to 5 അല്ലെങ്കിൽ 9 to 6 ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 11 to 8 ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉറങ്ങി എഴുന്നേക്കാനൊരു ടൈം, ഇനി ഇവിടുന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് മാറ്റി ജിമ്മിൽ പോയി അവിടുന്ന് തിരിച്ച് വന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നെ വർക്കിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഹെക്റ്റിക്കാണ് ലൈഫ്. അതേ സ്ഥാനത്ത് അവർക്ക് ഓൺലൈനിൽ ട്രെയിനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈവൻ ലൈവ് സെഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മൾട്ടിപ്പിൾ ടൈമിൽ അവർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം കൊടുക്കുന്നുണ്ട്. മോർണിംഗ് 3 സെഷൻസ് കൊടുക്കുന്നുണ്ട്, ഈവനിങ് 2 സെഷൻ കൊടുക്കുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ ഒരു സെഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സെഷനിൽ തന്നെ ലൈവ് ആയിട്ടുള്ള സെഷൻ കൊടുക്കുക. അതും ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇനിയിപ്പോൾ അഥവാ അവർക്ക് ഈ ലൈവ് സെഷൻ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കസ്റ്റമായിട്ട് റെക്കോർഡറായിട്ടുള്ള പ്രോഗ്രാമും കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ അത് മാത്രമല്ല, പിന്നെ ഞാൻ കസ്റ്റമേഡിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതായത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഇൻഡിവിജ്വലിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കറക്റ്റാക്കിയിട്ട് കൊടുക്കും, ലൈക്ക് ക്ലയൻസിന് കൊടുക്കും. അതായത് ഓരോ ഇൻഡിവിജ്വലിനും ചില സമയത്ത് അവരുടെ ഇൻറ്റൻസിറ്റി ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറ്റിലാണെങ്കിൽ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. ഒരു ഹാർഡ് കോർ ഡയറ്റിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോലും ചിലപ്പോൾ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഇതുവരെ ശീലിച്ചത് എന്താണോ അതാണ് കണ്ടിന്യൂ ചെയ്യാനുള്ളത് സാധ്യത കൂടുതലുള്ളൂ. പെട്ടെന്നൊരു എന്താ പറയുക, ഭയങ്കര ഒരു കടുകട്ടി ഡയറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നടക്കില്ല ഈ പരിപാടി. അതിന് പകരം കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റാക്കി ഇവർ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ രീതിയൊക്കെ വെച്ചിട്ടുള്ള രീതിയിലുള്ള ഡയറ്റ്, നമുക്ക് ന്യൂട്രീഷനിസ്റ്റും ഉണ്ട്, ഡയറ്റീഷ്യൻസും ഉണ്ട്, ലൈക്ക് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻസ് ഉണ്ട്. അവർ ആദ്യമൊക്കെ ഡയറ്റീഷ്യൻസ് വെറുതെ അവർ പഠിച്ച സാധനങ്ങൾ മാത്രം ഇട്ടിട്ടുള്ള ഡയറ്റാണ് കൊടുക്കൽ. പക്ഷെ നമ്മളിവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെൽത്ത് കെയറിലുള്ള 3-4 ആളുകൾ, ഇപ്പോൾ ഹെൽത്ത് കോച്ചും പേഴ്സണൽ ട്രെയിനറും ഡയറ്റീഷ്യനും ഇവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്ലയൻറ്റിന് ആപ്റ്റായിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഡയറ്റ് പ്രോഗ്രാം എന്താണ്, ക്ലയൻറ്റിനെയും കൂടി വിളിച്ചിരുത്തി ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസിലി ക്ലയൻറ്റിന് അത് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്ലാൻഡ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഈ ആഫ്റ്റർ സർവീസുകൾ, അതായത് 24/7 ഇപ്പോൾ പല ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ ക്ലയൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ടോ? 100%. അതായത് ഒരു ക്ലയൻറ്റ് ഇനീഷ്യലി വരുന്ന സമയത്ത് ആദ്യം ക്ലയൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ വരും, ട്രെയിനറായിട്ടും വരും, അല്ലെങ്കിൽ കോച്ചായിട്ടും വരും, ഡയറ്റീഷ്യനായിട്ടും വരും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മൾ അവരേക്കുള്ള കണക്ഷൻ കൊടുക്കും.
അതായത് ഒരു പേഴ്സണൽ സപ്പോർട്ട്, പേഴ്സണൽ ഹെൽത്ത് കോച്ച് അവർക്കുണ്ടാവും. അവരുടെ ഡയറ്റ് ഓരോ സമയത്തും അവരുടെ ഓരോ ദിവസവും മൾട്ടിപ്പിൾ ടൈംസ് ഇവർ കണക്ട് ചെയ്യും. എന്തൊക്കെയാണ് അവർ എക്സസൈസ് ചെയ്തത്, ഓക്കെയാണോ, അവർക്ക് ഡയറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടോ, നിങ്ങളിത് കംഫർട്ടബിൾ ആണോ എന്ന് നമ്മൾ അങ്ങോട്ട് തന്നെ വിളിച്ച് മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കും. അതുമാത്രമല്ല ക്ലയൻസ് അവരുടെ ഇത് മീൽസ് ട്രാക്ക് ചെയ്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരും ചെയ്യും. അപ്പോൾ അത്രയും എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി ആർ ഓൾവേസ് റെഡി ടു. ഇനി ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളത്, ഇത് ഇപ്പം നമ്മളെ സർവീസുകൾ ഇപ്പോൾ ഗ്രീൻസിൻ്റെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലില്ലാത്തതും അന്ന് വിദേശത്തുള്ളതുമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഡെലിവറി ആയിരിക്കുന്ന ഗേൾസിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്, ആക്ടിവിറ്റീസ്, വർക്കൗട്ടൊക്കെ. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പകുതിയിൽ കൂടുതൽ ഒരു പെൺകുട്ടി ഗർഭിണി ആയിക്കഴിഞ്ഞാൽ മാക്സിമം അനങ്ങരുത്, സൂക്ഷിച്ചിരുത്ത് കെയർ ചെയ്യിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സുഖപ്രസവത്തിന് വേണ്ടി. അന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാവും അവർ ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല സുഖപ്രസവവും ഇതൊക്കെ അവിടെ ആയിരിക്കും. ഈ പ്രഗ്നൻ്റ് ആയ ലേഡീസിന് വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു സെക്ഷൻ നമ്മുടെ കയ്യിലുണ്ടോ? 100% ഉണ്ട്. എല്ലാ ലൈക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അവരവർ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് എന്ന് പറയുമ്പോൾ അവരുടെ കറൻറ്റ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻറ്റൻസിറ്റി കൊടുക്കാം. അപ്പോൾ സ്ട്രെങ്ത് കുറവായിട്ടുള്ള ആൾക്കാരെന്നാണെങ്കിൽ മോഡറേറ്റ് എക്സസൈസ് കൊടുക്കും, അല്ലെങ്കിൽ ലോ ഇൻറ്റൻസിറ്റി കൊടുക്കും. നല്ല ഇപ്പോൾ 100 kg ഒക്കെ സ്ക്വാട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡി കൺസീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50 kg സ്ക്വാട്ടൊന്നും ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഇല്ല, അവരെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പ്രോഗ്രാം എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അത് അവരുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഹെൽത്ത് ഇഷ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മെഡിക്കൽ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറയാം, അത് ഫിസിഷ്യൻ തരേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു ഫിസിഷ്യനെയും കൂടി ഇതിൽ ഹയർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മെഡിക്കൽ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് കൊടുക്കും. ചെയ്യാം. ഇതേപോലെ തന്നെയാണ് ആഫ്റ്റർ ഡെലിവറിയും. അതെ, വീണ്ടും ആ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്താൻ ഒരു സ്ത്രീക്ക് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. അത് നമുക്ക് അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക്. ഉണ്ട്. കാരണം അതും കസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കി കൊടുത്ത് അവരെ പതുക്കെ സ്ലോലി റിക്കവർ ചെയ്ത് അവരെ നോർമൽ ഷേപ്പിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവരും. അത് ചെയ്യാൻ പറ്റും. അതുപോലെ മെന്റലിയും ഒക്കെ ആവില്ല. ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകൾ ഒരുപാട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഡിപ്രഷൻ സ്റ്റേജസ്, പോസ്റ്റ്മോർട്ടം, കുട്ടീനെ ഉപദ്രവിക്കുന്നു, ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൊടുക്കാനുള്ള ട്രെയിനിങ്സും സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഗ്രീൻസിൻ്റെ സർവീസുകൾ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയാനുള്ളത്? അത് ഇതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. അതായത് ഇതിൻ്റെ മുകളിൽ ഒരു ട്രെയിനർ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും USP വരുന്നത്. അതായത് ഒരു ഹെൽത്ത് കോച്ച് ഉണ്ടാവും. ഹെൽത്ത് കോച്ചും ട്രെയിനറും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതായത് അവരുടെ ബിഹേവിയറൽ ചേഞ്ച്, അതായത് അവരുടെ സ്വഭാവം മാറ്റാനുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത് ഒരു ഹെൽത്ത് കോച്ചാണ്. ന്യൂട്രീഷ്യനിസ്റ്റ് ഉണ്ടാവും. അതായത് അവർക്ക് കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത് ന്യൂട്രീഷ്യനിസ്റ്റാണ്. പേഴ്സണൽ ട്രെയിനറാണ് ഇവർക്ക് സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ക്ലയൻറ്റിന് കൺസിസ്റ്റൻസി കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ഗ്രീൻസിൻ്റെ USP എന്ന് പറയുന്നത്. അതായത് പിന്നെ ക്ലയൻറ്റിനെ പ്രോപ്പറായിട്ട് അവരെ മോണിറ്റർ ചെയ്യുന്നതും ലൈക്ക് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിനും ഒരു സിസ്റ്റം നന്നായിട്ടുണ്ട്. കാരണം ഡെയിലി ബേസിസിൽ തന്നെ 3 തവണയെങ്കിലും നമ്മുടെ ഹെൽത്ത് കോച്ച് ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചെയ്യുന്നുണ്ട്. അത്രയും ആക്റ്റീവായിട്ട് നമ്മുടെ ടീം ഇതിന്റെ പുറകിലും. അതെ, ഞങ്ങളെ കോർ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ എക്സസൈസറെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അതെ, മടി മാറ്റും എല്ലാവരുടെയും. അതെ, മാറ്റണം. It's not that easy, but we are trying our best. Very nice. ഞാൻ അടക്കം അതിൽ പെടും. പിന്നെ ഒരു കാര്യം ബ്രോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാലും കുറച്ച് സമയത്തിനുള്ളിൽ അതൊക്കെ ചോദിച്ചറിയാം. ഈ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ, കാലിനോ കൈക്കോ ഒക്കെ ആക്സിഡന്റ് പറ്റി വലിയൊരു ഇഞ്ചേർഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പലരും പിന്നെ വർക്കൗട്ട് നിർത്തും. ഒന്ന് മാനസികമായിട്ട് മടുക്കും, ഇത്രയും നാൾ വർക്കൗട്ട് ചെയ്തൊക്കെ പോയി, അങ്ങനത്തെ ഒരു ചിന്താഗതി വരും. പിന്നെ പേടി ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും തന്നെ നോക്കിയാൽ ഫുട്ബോൾ കളിക്കുമ്പോൾ പറ്റുന്ന ചെറിയൊരു പരിക്ക് മൂലം തന്നെ മാറിയിരിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ നമുക്ക് തിരിച്ച് പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക്? ശരിക്കും റീഹാബിലേഷൻ എന്ന് പറഞ്ഞത് ഒരു പേഴ്സണൽ ട്രെയിനറുടെ സ്കോപ്പല്ല.
അത് ചെയ്യേണ്ടത് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഫിസിയോതെറാപ്പിസ്റ്റ് അത് ചെയ്തതിന് ശേഷം ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ റിക്കവറിയിലേക്ക് കൊണ്ടുവരാം. അത് ചെയ്യാൻ പറ്റും. അത് ലൈക്ക് അതിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിൽ ഓരോ, കാരണം ആദ്യം അവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കണം. അതായത് ഇപ്പൊ റിക്കവർ ആയതിന് ശേഷമാണല്ലേ പറഞ്ഞേ, ആയതിന്റെ ശേഷമാണ് അവർ ഫിസിയോ കഴിഞ്ഞ് വന്ന ആൾക്കാരാണെങ്കിൽ പക്ഷെ അവർക്ക് മെന്റലി ഉള്ള വിഷയം കൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റാത്തതല്ലേ ചോദിച്ചത്. മെന്റലി ഉള്ള വിഷയം കൊണ്ട് ശരീരം അതുവരെ കഷ്ടപ്പെട്ടതൊക്കെ പോയി കുറെ നാളത്തെ റെസ്റ്റിന് ശേഷം ഇനി വയ്യ എന്നുള്ള രീതിയിലേക്ക് ചെറിയൊരു ആക്ഷൻ എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ, അത് ലൈക്ക് അവര് ചെറിയൊരു ആക്ഷൻ എടുക്കാൻ റെഡി ആയി തുടങ്ങി, അറ്റ്ലീസ്റ്റ് അവർ സ്വന്തമായിട്ടൊന്ന് നടക്കാനോ അല്ലെങ്കിൽ ഡെയിലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 10 മിനിറ്റ് വാക്കിംഗ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ച്, അല്ലെങ്കിൽ ജസ്റ്റ് ജിമ്മിലേക്ക് എൻക്വയറി എടുക്കാനെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എൻക്വയറി എടുക്കാനെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പ് ചെയ്തോ കൊണ്ടുവരാം. ഓക്കെ, വൺസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മതി. അതെ, കാരണം ആ ഒരു ആഗ്രഹം വേണം, ഒരു ആക്ഷൻ എടുക്കാൻ തുടങ്ങണം. മറ്റു 2 സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, ലൈക്ക് അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങൂല. അതായത് ഡിസിഷൻ അവരതാണ്. ലൈക്ക് തീരെ ഇപ്പൊ ഡിപ്രഷൻ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് പുഷ് ചെയ്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചിൽ 5 സ്റ്റേജസ് ഉണ്ട്. ഒരു ട്രെയിനറുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1ാമത്തെ സ്റ്റേജിൽ നിന്ന് 5ാമത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് 1ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ കണ്ടംപ്ലേഷൻ സ്റ്റേജ് എന്ന് പറയും. അത് ആക്ച്വലി ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് മൈ തിങ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അതായത് എൻ്റെ സാധനമല്ല, വർക്കൗട്ട് നടക്കൂല മോനെ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ചില ആൾക്കാർ. ചിലർ ഡിപ്രസ്ഡ് ആയിട്ടായിരിക്കാം, ചില പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇതെനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി കൊണ്ടായിരിക്കാം. ആ സ്റ്റേജിൽ നിങ്ങൾ റെഡി അല്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. നമുക്ക് അവരെ പുഷ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾക്ക് തീരുമാനിക്കുക. പക്ഷെ ഇത്ര ഗുണങ്ങളുണ്ടാവും. ഫസ്റ്റത്തെ 2 സ്റ്റേജിൽ അങ്ങനെയാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഈസിയാണ്. പഴയ പോലെയല്ല, ഒരുപാട് ജിമ്മുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒബ്വിയസ്ലി നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് വരാൻ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, അത് നിങ്ങളെ കാര്യമാണ്, നിങ്ങളെ ഡിസിഷനാണ്, ഞാൻ പുഷ് ചെയ്യുന്നില്ല. ബട്ട് വൺസ് ഒരു ആള് ഫോൺ എടുത്തിട്ട്, 2ാമത്തെ പ്രാവശ്യം എനിക്ക് ഞാൻ ചിന്തിക്കുന്നു, വൺസ് ഒരാൾ ഫോൺ എടുത്ത് ജിമ്മിലേക്ക് വിളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ രാവിലെ 10 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങാറുണ്ടെങ്കിൽ അയാൾ ട്രൈ ചെയ്യുന്നുണ്ട്, അയാൾക്കൊരു ഹെൽപ്പ് മാത്രം മതി. അതാണ് 3ാമത്തെ സ്റ്റേജ്. അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് അവരെ അസസ് ചെയ്ത്, സർ ഇതാണ് ഇപ്പോൾ പ്രസൻറ്റ് ബോഡി ഫാറ്റ്, ഇതാണ് ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ, നമുക്ക് ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ എക്സസൈസർ ആവാം, ട്രാക്ക് പിടിക്കാം എന്നുള്ളൊരു സാധനം കിട്ടും. അവിടെ അസസ് ചെയ്യുന്നു. 4ാമത്തെ സ്റ്റേജാണ് ഈ ആക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാണ് നമ്മളെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ അധികം ആൾക്കാരും പെട്ടെന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അവർക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. അതായത് ഫിറ്റ്നസ് ഗോൾ, ലൈക്ക് വെയിറ്റ് ലോസ് ആണെങ്കിൽ അത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു സ്മാർട്ട് ഗോൾ. സ്മാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം. ഗോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. വെയിറ്റ് ലോസിനാണോ, വെയിറ്റ് ഗെയിനിങ്ങിനാണോ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അത് അളക്കാൻ പറ്റണം. 10 കിലോനാണോ 15 കിലോനാണോ, മെഷറബിൾ എന്ന് പറഞ്ഞാൽ അറ്റൈനബിൾ ആയിരിക്കണം. അതായത് വെറുതെ ഒരു മാസം കൊണ്ട് 20 കിലോ 25 കിലോ കുറയ്ക്കണം എന്ന് പറയുന്നത് അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗോളല്ല. അറ്റൈനബിൾ ആയിരിക്കും, പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളിലായിരിക്കും. ഒരു ഹെൽത്തി ആയിട്ട് അത് അറ്റൈനബിൾ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ റിലവൻ്റ് ആയിരിക്കണം. ഇപ്പോൾ 50 കിലോനാവാനുള്ള ആൾ 45 കിലോന് എനിക്ക് മതി, അല്ലെങ്കിൽ 40 കിലോ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കില്ല. പക്ഷേ അവർ 55 ആവും, അവർക്ക് ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്ലയൻറ്റിനെ കൊണ്ട് കമ്മിറ്റ്മെൻറ്റ് മേടിക്കണം. ദെൻ ടൈം ബൗണ്ടഡ് ആയിരിക്കണം, 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട്. ഈ ഗോൾ ഒരാളെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് അയാളുടെ മൈൻഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതിനുവേണ്ടി ഒരു ബ്ലൂ പ്രിൻ്റ് നമ്മൾ തയ്യാറാക്കി കൊടുക്കണം. അതായത് നമ്മൾ അവിടെ ഒരു ട്രെയിനറുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് മോണിറ്ററിങ് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് അവർ കറക്റ്റ് അവരുടെ എക്സസൈസ് ട്രാക്ക് ചെയ്യുക, അവർ ഡയറ്റ് ട്രാക്ക് ചെയ്യുക, ഇതുപോലുള്ള സാധനങ്ങൾ ഇവരെ മൈൻഡിലേക്ക് ഇവരിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക ചെയ്യുന്നത്. വെറും എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് ദെൻ ഫീഡ്ബാക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ട്രെയിനർ ജോലി. ഇവർ 6 മാസം വരെ ഈ ഒരു ട്രാക്കിൽ അവർ റൺ ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു ഗോൾ ടു ഗോൾ ഇങ്ങനെ പ്രോസസ്സും പ്രോഡക്റ്റുമായിട്ടുള്ള ഗോളിലേക്ക് ഇങ്ങനെ ട്രാക്കിൽ ഇങ്ങനെ അവർ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി കൺസിസ്റ്റൻസി കിട്ടും. ഈ ഡോക്ടേഴ്സ് നോൺ സ്മോക്കറാന്ന് പറയുന്നത് 6 മാസം സ്മോക്ക് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ, അപ്പോൾ ശരിക്കും ഒരു ബിഹേവിയർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ 6 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് ഒക്കെ ഫോളോ ചെയ്ത് 6 മാസം ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളെയാണ് പറയുന്നത്. ഇതിൽ ട്രെയിനേഴ്സ് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് ട്രെയിനേഴ്സ് ആക്ച്വലി ഇതിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് ഒരു ട്രെയിനർ കൊണ്ടെത്തിക്കേണ്ടത്, മെയിൻ്റനൻസ്.
6 മാസത്തിൽ കൂടുതൽ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെയാണ് മെയിൻ്റനൻസ് സ്റ്റേജിൽ എന്ന് പറയുക. അപ്പോൾ ഒരു ട്രെയിനറുടെ എന്ന നിലയ്ക്ക് നമ്മുടെ ജോലി എന്താ വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് 5ാമത്തെ സ്റ്റേജ് മെയിൻ്റനൻസ് സ്റ്റേജിൽ വരാനുള്ള സാധ്യത, നെഗറ്റീവ് വരാനുള്ള സാധ്യത ബോർഡമും ബ്രേക്ക് ഡൗണും ഉണ്ടാവും. ഇഞ്ചുറി ഒക്കെ വരാൻ സാധ്യതയുണ്ട്, ഒരേ സാധനങ്ങൾ ചെയ്തിട്ട് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ കൊണ്ടുപോകുക. ചെറിയൊരു മാരത്തോൺ അവിടെ കൊച്ചിയിൽ നടക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ചെറിയൊരു കോമ്പറ്റീഷൻ എപ്പുറത്ത് നടക്കുന്നത്, നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലോ. അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മൂഡ് അവർക്ക് കൊടുത്തിട്ട് റിസൾട്ട്സ് ഉണ്ടാക്കി കൊടുക്കുക. റിസൾട്ട്സ് മേക്ക് ദം അഡിക്റ്റ്. ദെൻ ഈ ഒരു 5 സ്റ്റേജസിൽ, അതായത് ഒരു ട്രെയിനറുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് 5ാമത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനത്തിൽ ഇതിൽ 3ാമത്തെ സ്റ്റേജിലാണ് ആൾ കിടക്കുന്നത്. ആൾ നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു, അയാൾക്ക് ഒരു ഇഞ്ചുറി പറ്റിയപ്പോൾ ഈ 1ാമത്തെ സ്റ്റേജിലെത്തി, ഡിപ്രസ്ഡ് ആയി. പക്ഷേ ഈ 2 സ്റ്റേജിൽ നിന്ന് ആൾ 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നവരെ അയാളെ കയ്യിൽ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റുള്ളൂ. 3-ൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ പ്രോസസ് ഗോളും പ്രോഡക്റ്റ് ഗോളൊക്കെ ഇട്ട് കൊടുത്ത്, അതായത് ചെറിയ ഗോൾസ് ഇട്ട് കൊടുത്താൽ ഒറ്റ അടിക്ക് ഇപ്പോൾ ഒരു ഇഞ്ചുറി ആയിട്ടുള്ള ആളെ നമുക്ക് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അവർക്ക് കൊടുക്കേണ്ടത് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച നടത്തുന്നതല്ല. കറക്റ്റ് ഒരു 10 ദിവസങ്ങൾ, ഒരു മാസം വരുമോ, നിങ്ങൾ ജയിച്ച്, നിങ്ങളൊരു വിന്നറാണ്. അതായത് നിങ്ങളൊരു എക്സസൈസ് പ്രോഗ്രാം കറക്റ്റായിട്ട് ചെയ്തോ, വിന്നറാണ്, നിങ്ങൾ ജയിച്ച ഒരു ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തു. അങ്ങനെ പതുക്കെ അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. ആരാണെങ്കിലും ഒരു നല്ല ട്രെയിനർക്ക് ഒരാളെ ലൈഫ് അപ്സൈഡ് ഡൗൺ വരയ്ക്കാൻ പറ്റും. പിന്നെ അല്ല ഈ നമ്മുടെ ഇപ്പൊ ഈ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ ടീമിനെ കുറിച്ച്, മീൻസ് നമ്മുടെ ഇപ്പൊ ഗ്രീൻസിന്റെ നമ്മുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞ നമ്മുടെ ടീം തന്നെയാണ് എല്ലാവരും. ആ ടീമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ടീം ഭയങ്കര സ്ട്രോങ്. ടീം ഭയങ്കര സ്ട്രോങ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഓരോ കോച്ചിങ്സും കാര്യങ്ങളും. അതായത് ടീം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. എല്ലാവരും എക്സ്ട്രീംലി പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. കാരണം നമ്മളെല്ലാവരും ഒരു കോർ ഐഡിയൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ റെഗുലർ എക്സസൈസറെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വെർത്ത് ഫീൽ ചെയ്യില്ല. ഞങ്ങൾ പറയുമ്പോൾ ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും ഒരു പർപ്പസിൻ്റെ പിന്നാലെയാണ്. അതായത് 10 മില്യൺ റെഗുലർ എക്സസൈസറെ ബിൽഡ് ചെയ്യണം. അതിന് ഓരോരുത്തരുടെ പാർട്ടും ഓരോരുത്തരെ എങ്ങനെ ഭംഗിയാക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. കാരണം ഒരുപാട് ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാവരും ലൈക്ക് അവർ ഇതൊരു സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയും കൂടിയാണ്. കാരണം സെയിലാവുക എന്നുള്ളതാണ്. ഒരാളെ പെട്ടെന്ന് വന്നിട്ട് ഒരു കസ്റ്റമർ വന്നു, 100 കിലോനാണ് നിങ്ങളെ പ്രസൻറ്റ് ബോഡി വെയിറ്റ്, നിങ്ങൾ 80 kg എത്തിയില്ലെങ്കിൽ നിങ്ങൾ തട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്പോട്ടിൽ ഒരു 20,000 രൂപ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ എമൗണ്ട് അവർ എടുത്ത് തന്നിട്ട് അവർ കൺവേർട്ടായി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പൂട്ടിയിട്ട് പോവും. ഇതാണ് നോർമലി ഇൻഡസ്ട്രിയിലെ 90%. ബട്ട് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്, ഈച്ച് ആൻഡ് എവറി ടീമിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് പറയുമ്പോൾ എങ്ങനെ ഒരു റെഗുലർ എക്സസൈസർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന. അപ്പോൾ ഈവൻ ഡയറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിലും ഹെൽത്ത് കോച്ച് ആണെന്നുണ്ടെങ്കിലും പേഴ്സണൽ ട്രെയിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ എൻ്റെ പാഷനാണിത്, എൻ്റെ പാഷനാകുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മുകളിൽ എനിക്കിതിൻ്റെ മാക്സിമം ഔട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെ ടീം കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത്. കാരണം അവരെ ഡ്രൈവ് ചെയ്യുന്നത് ഇൻട്രൻസിക് മോട്ടിവേഷനാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീം എന്താ പറയുക, നല്ലൊരു ഉഗ്രൻ ടീമായിട്ട് മുമ്പോട്ട് പോകുന്നത്. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി കൊടുക്കണമെങ്കിൽ നമ്മളാരാണ് എന്നൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രോ ചെറുപ്പം മുതലേ വന്നേക്കുന്ന ട്രെയിനിങ് സെക്ഷൻസ് പല ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഒരു അമേരിക്കൻ മിലിറ്ററിക്കൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അവർ നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യും, നമ്മളെന്താണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അത്രയധികം ട്രെയിനിങ് കൊടുത്ത ഒരാളാണ് ഈ ഓൺലൈൻ സെക്ഷൻ എല്ലാം ലീഡ് ചെയ്യണത് എന്നുള്ളതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ ബ്രോൻ്റെ ഇതിൽ നിന്ന് ബ്രോ പഠിച്ചേക്കുന്ന ഒരു ട്രെയിനർക്ക് വേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണ്, ഒരു ക്വാളിറ്റി എന്താണ്? ട്രെയിനർക്ക് വേണ്ട ക്വാളിറ്റിയോ എംപത്തി ആണെന്ന് പറയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസണിങ് സ്കില്ല് വേണം നന്നായിട്ട്. കാരണം റാപ്പോ ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഈ 2-3 കാര്യം. എംപത്തി, ഇതിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെയാണ്. കാരണം പല ആളുകളും പല മൂഡിലായിരിക്കും, പല ഇതിലായിരിക്കും ഉണ്ടാവുക. അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതാണ് മെയിൻ തിങ്. ലൈക്ക് അവരെ കറക്റ്റായിട്ട് അവരെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അതുമാത്രമല്ല നല്ല നോളജ് വേണം. നല്ല നോളജ് എന്ന് പറയുന്ന സമയത്ത് ബിഹേവിയറൽ ചേഞ്ച് സ്ട്രാറ്റജീനെ കുറിച്ചിട്ട് നല്ല നോളജ് വേണം. കാരണം അധികം ആൾക്കാരും സ്കില്ല് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെ ബൈസെപ്സ് കേൾ ചെയ്യാം, എങ്ങനെ ബെഞ്ച് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ട്രെഡ്മില്ലിൽ നടക്കാം, ഓടാം, ഇതൊക്കെ അല്ലെങ്കിൽ ഇത് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം, വെറൈറ്റി ഓഫ് എക്സസൈസുകൾ എങ്ങനെ ചെയ്യാം, ഇതല്ല ആക്ച്വലി ഒരു ട്രെയിനറുടെ ജോലി.
ഒരു ട്രെയിനറുടെ ജോലി എന്ന് പറയുമ്പോൾ ആ ക്ലയൻറ്റിനെ എക്സസൈസിൽ കറക്റ്റായിട്ട് റെഗുലറായിട്ട് നിർത്തണം ഉള്ള സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഒരു ട്രെയിനറുടെ എമ്പതിയിൽ ഭയങ്കര കാര്യം കിടക്കുന്നുണ്ട്. ഞാനീ നേരത്തെ പറഞ്ഞ സെൽഫ് മോണിറ്ററിങ് സ്ട്രാറ്റജിയും കാര്യങ്ങളും ബേസിക്കലി നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഒരു അമേരിക്കൻ്റെ സിലബസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം. അവർക്ക് ലേറ്റസ്റ്റ് റിസർച്ച് പഠിച്ച ആൾക്കാർ കറക്റ്റ് അവരുടെ പണി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. അതെ, ആ ഒരു റേഞ്ചിൽ ഉണ്ടായിരിക്കണം. അതിലെല്ലാം ഉണ്ട്. കാരണം കുറേ സാധനങ്ങളുണ്ട്. കാരണം നല്ലൊരു മോഡലായിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം. ഞാൻ എംപത്തി വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എല്ലാം മാറും. ഈവൻ നമ്മൾ പഠിച്ച സാധനങ്ങൾ വരെ മാറും. പഠിച്ച സാധനങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് സാധനങ്ങൾ എന്നുള്ളതാണ്, നമ്മൾ ഇതുവരെ പോകാം എന്നുള്ളതാണ്. പക്ഷേ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചില കസ്റ്റമേഴ്സിന് നല്ല ഹൈ എനർജറ്റി ഉള്ള ആൾക്കാരുണ്ടാവും, ലോ എനർജി ഉള്ള ആൾക്കാരുണ്ടാവും, കുറച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് അവർക്ക് കറക്റ്റായിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നറിയുന്ന ഒരു ട്രെയിനറായിരിക്കും. അതാണ് ട്രെയിനർ ക്വാളിറ്റി. അതിനാണ് പറയുന്നത് എംപത്തി വേണം. കാരണം അവരുടെ ഷൂസിൽ, അവരുടെ ചെരുപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ കേൾക്കാനുള്ള കപ്പാസിറ്റി വേണം. ഓക്കെ ഓക്കെ, വെരി നൈസ്. ഒറ്റ പ്രശ്നോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സ്ത്രീകൾ ശരീര സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്തതിന് ഏറ്റവും ഈസിയാന്ന് നോക്കുക. ഇപ്പം നാളെ ഒരു ടാബ് മേടിച്ച് കഴിച്ച് 6 പാക്ക് വരുന്നുണ്ടെങ്കിൽ 100% ആൾക്കാർ അതിൻ്റെ പുറകെ പോകും. എനിക്ക് കേടില്ല, എനിക്ക് 4 ഗുളി. കാരണം മടിയാണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ. ശരീര സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഇപ്പം ഈ കോസ്മെറ്റിക് മറ്റേ കുറേ സർജറീസ് ഉണ്ട്, അതിലൊക്കെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. എന്നിട്ട് വർക്കൗട്ടിലേക്ക് വരുന്ന നല്ല രീതിയിൽ ഒരു ജെന്യുവനായി വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ രണ്ടിൻ്റെ വ്യത്യാസം എന്താണ്? ഒരു സർജറിയും നോർമലായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് എടുക്കുന്നതിനും തമ്മിലൊരു വ്യത്യാസം. ഒരു അജഗജാന്തരമുണ്ട്. ഒരു ആനയും ഒരു ഉറുമ്പും പോലെ തന്നെയാണ് ഉണ്ടാവുക. ഈ നമ്മളിപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായി ചെയ്യുന്ന സാധനങ്ങൾക്ക് അതിൻ്റെ ഹെൽത്ത് കുറവായിരിക്കും അല്ലേ, നമുക്ക് അതിൻ്റെ ഒരു ആയുസ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഹെൽത്തി ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് എന്നും അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും ചെയ്യും. അതിന് റിസൾട്ട് കൂടുതലുണ്ടാവും. റിസൾട്ട് അതായത് ഇതിനെ സംബന്ധിച്ചിട്ട് ക്വിക്ക് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഈ സർജറി പോലത്തെ സാധനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ക്വിക്ക് റിസൾട്ട് ആയിരിക്കില്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അത് എവിടെയും പോവാത്ത നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് എന്നും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. ഇതിന്റെ എഫക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർന്നു അല്ലേ. നമ്മുടെ ശരീരത്തിനും കേടാണ്. ഒരു ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സർജറി കാര്യങ്ങൾ എല്ലാവരും അത് നല്ല ചില ആളുകൾക്ക്, അതായത് ഇപ്പോൾ ചില ആളുകൾക്ക് ഇതിൻ്റെ റിക്വയർമെന്റ് ഉണ്ടാവും. ഭയങ്കര ഒബീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ സർജറി അല്ലാതെ തന്നെ മറ്റേ ഈ ഫാറ്റ് സക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു ജന്മനാ തന്നെ ഭയങ്കരമായിട്ടുള്ള തടികളുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവരൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പോകുന്നതിന് പ്രോബ്ലം ഇല്ല. അതിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ വരുമ്പോഴും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം. അവർ ഹെൽത്തിന് ആ ഒരു ആരോഗ്യത്തിൻ്റെ സ്വഭാവം ഒരു മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ളതാണ്. അതായത് അവർ കറക്റ്റായിട്ട് എക്സസൈസ് അല്ല, അത് കുഴപ്പമില്ല. അതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇപ്പം ഈ ഒരു ന്യൂ ജനറേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ ഒരു മോഡലിൽ ഒരു എന്താ പറയുക മിക്സ് ചെയ്ത് പോകുന്നതായിരിക്കും. കാരണം ഇനി മാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കും. അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ മാറ്റത്തിൻ്റെ കൂടെ നമ്മൾ ചലിക്കണം. പക്ഷെ ഇതിൻ്റെ കൂടെ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ സർജറി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ സർജറി ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും നാച്ചുറലി ഇവിടെ പറഞ്ഞ പോലെ നാച്ചുറലി പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത്. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ഈസി. കാരണം ഷുഗർ കട്ട് ചെയ്യേണ്ടടുത്ത് ഷുഗർ കട്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് കട്ട് ചെയ്യണം. കാരണം ഓരോ ഏജ് കഴിയുന്ന സമയത്ത് മെറ്റബോളിസം കുറയുന്നതനുസരിച്ച് നമ്മൾ വർക്കൗട്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടണം. നമ്മളിപ്പോ പൊതുവെ കണ്ടുവരുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സംഭവം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ വെറുതെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഫിറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ അതിനോട് ഒരു ആഗ്രഹം തോന്നി. ഇവള് ഡെഡ് അഗെയിൻസ്റ്റ്, കാരണം ഇവള് മേക്കപ്പ് ചെയ്യാറില്ല, ഇവള് മുടിയൊന്നും അങ്ങനെ നേച്ചറിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്.
തീരെ സോ അതിന്റെ ഒരു സാധനം ഉണ്ട്, ലൈക്ക് അതിന്റെ ഒരു ചൊയ കിട്ടുന്നില്ലേ. ഞാൻ സാധാരണക്കാരാണ്, പക്ഷെ അങ്ങനെ ജീവിക്കുന്ന നമുക്ക് ഒരിക്കലും ഓരോരുത്തരുടെ ചോയ്സ് തന്നെ. ഇവൻ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. അപ്പൊ അവർക്ക് ജീവിക്കാം. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ ആസ് എ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കൊരു ഫിറ്റ്നസ് കാര്യങ്ങൾ എന്ന നിലയിൽ നമുക്ക് പറയാം. അവർക്ക് ചെയ്യണം ചെയ്യാതിരിക്കുന്നത് അവരുടെ ഇഷ്ടം. നമുക്കത് ഇതിന്റെ എന്താണ് ബാഡ് അല്ലെങ്കിൽ ബാഡായിട്ട് എന്താണ് ഇതിൽ വരിക, സൈഡ് എഫക്റ്റ് എന്താണ് വരിക എന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവർക്ക്. അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി പറയുന്ന കാര്യം ചെയ്യാം തീർച്ചയായിട്ടും. അതെന്താണെന്ന് വെച്ചാൽ ഈ സർജറി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നോർമലായിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് അവർക്ക് വരാം. അതായത് വർക്കൗട്ട് ചെയ്യാണ്ട് സർജറി മാത്രം ചെയ്തിട്ട് വീണ്ടും തടി വെക്കുമ്പോൾ വീണ്ടും സർജറി, അത് അവരെ ശരീരത്തെ തന്നെ കൊല്ലുന്ന ഒരു ഏർപ്പാടാണ് എനിക്ക് ഫീൽ ചെയ്യുക. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് ഇപ്പം ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ തന്നത്. ഗ്രീൻസിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, അതും കൂടി ഒന്ന്. ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ, 10 മില്യൺ ജനങ്ങളിലേക്ക് റെഗുലർ എക്സസൈസർ ആക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഞങ്ങൾ. അത് എങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ മാക്സിമം ടീം സപ്പോർട്ട്സ് എടുക്കുന്നുണ്ട്. ഇപ്പം തമിഴ്നാട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് കർണാടകയിലേക്ക് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ മലയാളീസിനും തമിഴ്സിനുമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റ് ഭാഷകളിലുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊണ്ടുവരാനുള്ള പ്ലാൻസ് ഉണ്ട്. ഈ ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഒരുപാട് അപ്ഡേഷൻ ഒരുപാട് വരുന്നുണ്ട്. അതായത് ഒരുപാട് അപ്ഡേഷൻ വരുന്നുണ്ട് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ ഹെൽത്ത് കോച്ചസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികം ഇൻഡസ്ട്രിയിലെ പല സ്ഥലങ്ങളിലും ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയോ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി അതൊരു മാർക്കറ്റിംഗ് ടൂളാക്കി അത് വീണ്ടും സെല് ചെയ്യപ്പെടുന്നതാണ് ചെയ്യുന്നത്. സെയിം പ്രോഡക്റ്റാണ് സെല് ചെയ്യുന്നത്. കാരണം ഒരു ഫിസിഷ്യൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു എക്സസൈസ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഉള്ളതല്ല. അവർക്ക് ഡയഗ്നോസ് ചെയ്യുക, പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള അവർക്ക് വേറെ സ്കോപ്പ് ഉണ്ട്. ബട്ട് ഒരു ജനങ്ങൾ കാണുന്ന സമയത്ത് ആക്ച്വലി ഓക്കെ ആ ഒരു സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു സാധനം ഒരു ഫീലാണ് കിട്ടുക. പക്ഷെ ശരിക്കും അവിടെ വരേണ്ടത് ഹെൽത്ത് കോച്ചസാണ്. കാരണം അവർ ഈ ബിഹേവിയറൽ ചേഞ്ചിലൊക്കെ കളിക്കുന്ന ആൾക്കാരാണ് അവിടെ വരേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബിഹേവിയറൽ ചേഞ്ചിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെ ഹയർ ചെയ്തിട്ട് കുറച്ചും കൂടി കസ്റ്റമൈസ്ഡ് ആക്കാനുള്ള പ്ലാൻസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻക്ലൂസീവ് ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും കൂടി വരുന്ന ഒരു സാധനം തന്നെ, ഹോളിസ്റ്റിക്, അതിൻ്റെ റിയൽ ഐറ്റം എന്നുള്ള ഒരു സാധനം. ഫ്യൂച്ചറിലേക്ക് ബയോ ഹാക്കിംഗ് അങ്ങനെയുള്ള പ്ലാൻസും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ വിത്തിൻ 5 ഇയേഴ്സിനുള്ളിൽ കുറേ സാധനങ്ങൾ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രീൻസിൻ്റെ സർവീസുകൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത്? അതായത് ഇപ്പോൾ വെയിറ്റ് ലോസിന് വരുന്ന ആളുകൾ, വെയിറ്റ് ഗെയിനിങ്ങിന് വരുന്ന ആളുകൾ, അതുപോലെ തൈറോയിഡ്, PCOD ഇതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈവൻ ലേഡീസിന് സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ടൈമിൽ, അതിപ്പോൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് സെവറൽ ബാച്ചസ് ഉണ്ട്, ഈവനിങ് എല്ലാ ബാച്ചസ് ഉണ്ട്. അവരുടെ കംഫർട്ടബിൾ ടൈമിലുള്ള ബാച്ചസുകൾ അവർക്ക് ചൂസ് ചെയ്യാം. അതുമാത്രമല്ല ഇതിൽ ഓരോ പ്രോഗ്രാംസിനും നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, സ്പെഷ്യലായിട്ടുള്ള ന്യൂട്രീഷൻ്റെ അറ്റൻഷനും അതുപോലെ തന്നെ കസ്റ്റം മെയ്ഡ് ഡയറ്റീഷ്യൻ പ്രോഗ്രാമും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ സ്വഭാവം മാറ്റാനുള്ള തിയറീസ് യൂസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും കസ്റ്റമൈസ്ഡ് ആയിട്ട് എല്ലാവർക്കും നമ്മൾ പ്ലാൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 3 മന്തിൻ്റെ പ്ലാൻ ഉണ്ട്, 1 മന്തിൻ്റെ പ്ലാൻ ഉണ്ട്, 6 മന്ത് പ്ലാൻ ഉണ്ട്, 1 ഇയർ പ്ലാൻ ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഗോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വൽ ഇപ്പോൾ ഒരു 30 kg വെയിറ്റ് ലോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1 ഇയറിൻ്റെ പാക്കേജ് ഉണ്ട്. അത് കുറച്ചും കൂടി ചീപ്പായിരിക്കും കമ്പാരിറ്റീവ്ലി ടു 1 മന്ത്. സോ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ അവരെ കംഫർട്ടാക്കി അവരുടെ ഒപ്പം തന്നെ മാക്സിമം നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും തന്നെ. നിങ്ങളുടെ പ്ലാൻ തന്നെ അടിപൊളിയാണ്. ഫ്യൂച്ചർ ആയാലും ഇപ്പോൾ പ്രസൻറ്റിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അടിപൊളിയാണ്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതെല്ലാം. ഈ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫ്. ഓപ്പോസിറ്റുള്ള ആളും പറയണമല്ലോ, നമുക്ക് വളരെ കംഫർട്ടബിളും ആണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് നിങ്ങളായതുകൊണ്ടാണ് ലൈക്ക് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മറുപടി തരാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും ഗ്രീൻസ് നമ്മുടെ വേൾഡ് മൊത്തം പച്ച പിടിക്കട്ടെ, എല്ലായിടത്തും എത്തട്ടെ, ഗ്രീൻസ് ഒക്കെ പടരട്ടെ.
ആരോഗ്യമുള്ള ഒരു തലമുറയെ കെട്ടിപ്പൊക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു.